ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്പേഴ്സിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏതോ ഒരു സംഖ്യ 6 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. അപ്പം അത് ഏത് സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 6ന്റെ റൂള് പറയുന്നത് ഒരു സംഖ്യ 6 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യ 2 കൊണ്ട് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണം. ഓക്കെ അല്ലേ? അപ്പൊ ആ റൂള് ഫോളോ ചെയ്യുന്ന ഒരു നമ്പർ ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ അത് ഏതാണെന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇനി 2 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ അതിന്റെ റൂൾ എന്താണ്? ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താവണം? ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ 2 വരണം, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 6, അല്ലെങ്കിൽ 8 വരണം. അങ്ങനെയാണെങ്കിലാണ് 2 ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് തന്നിരിക്കുന്ന സംഖ്യയിലെ ഓരോ ഡിജിറ്റ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, തന്നിരിക്കുന്ന സംഖ്യയിലെ എല്ലാ ഡിജിറ്റും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് 3ന്റെ ഗുണിതമായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഓരോ നമ്പറായിട്ട് എടുത്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ നമ്പർ നമുക്ക് എടുക്കാം 10526. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 6 ആണ് അല്ലെ. 6 ഇതാ ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് 2 എന്താണ്, ഡിവിസിബിൾ ആണ്. ഇനി 3 ഡിവിസിബിൾ ആണോ നമുക്ക് നോക്കാം. ഡിജിറ്റ് എല്ലാം കൂടി എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് നോക്കാം. 6 + 2 + 5 + 6 5 + 1 എന്ത് കിട്ടും? 5 + 1 ചെയ്യുമ്പോൾ 6, 6 + 6 ചെയ്യുമ്പോൾ 12, 12 + 2 ചെയ്യുമ്പോൾ 14 ആണ് വരുന്നത്. അപ്പോൾ 14 3ന്റെ ഗുണത്തിലുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ സോ എന്താണ്, 3 ഡിവിസിബിൾ അല്ല. അപ്പം ഈ നമ്പർ 6 കൊണ്ടും എന്തെല്ലാം നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്ത നമ്പർ എടുക്കുക. അടുത്ത ഓപ്ഷൻ ബി എടുക്കുമ്പോൾ 1 2 1 4 3 2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം, 3 കൊണ്ടും നോക്കണം. ഓക്കെ അല്ലേ? അപ്പൊ യൂണിറ്റ് പ്ലേസ് നമുക്ക് നോക്കാം. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ 2 ആണ്. അപ്പൊ 2 ഇതാ ഇവിടെ കിടപ്പുണ്ടല്ലോ. അപ്പൊ 2 ഡിവിസിബിൾ ആണ് എന്ന് കിട്ടി. ഇനി ഡിജിറ്റ്സ് എല്ലാം കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് നോക്കണം. അപ്പൊ 2 + 1 + 4 + 3 + 2 ചെയ്യുക. അപ്പൊ എത്രയാണ് വാല്യൂ കിട്ടുന്നത് നോക്കാം. അപ്പൊ എന്താണ്, 3 + 2 ചെയ്യുമ്പോൾ 5 കിട്ടും. 5 + 4 ചെയ്യുമ്പോൾ 9 കിട്ടും. 9 + 1 10 ആണ്. 10 + 2 12 എന്ന് കിട്ടും അല്ലെ. 12 എന്ന് പറഞ്ഞാൽ 3ന്റെ ഗുണിതം അല്ലേ. അപ്പൊ എന്താണ്, ഇത് 3 ഡിവിസിബിൾ ആണ്. സോ നമ്മുടെ ആൻസർ എന്താ വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ബാക്കിയുള്ള സെയിം ഡി നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് എന്താണ്, നമുക്ക് എന്താണ് 6 ഡിവിസിബിൾ ആണെന്ന് വരത്തില്ല. ഓക്കെ അല്ലേ? അപ്പൊ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. Okay, thank you.